കേരളത്തിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ, അതായത് ത്രികോണ പോരാട്ടങ്ങൾ കടുത്ത രീതിയിൽ നടക്കാനായിട്ട് ഏറ്റവും വലിയ തോതിൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇവിടങ്ങളിലൊക്കെ തന്നെ അന്തിമ റിസൾട്ട് എന്താവും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ റിസൾട്ടുകൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന സർവേ റിസൾട്ടുകൾ, അതിൽ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ചില കണക്കുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തിലുടനീളമുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടത്തും അട്ടിമറി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ചാത്തന്നൂർ, കൊല്ലം ചാത്തന്നൂർ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് അട്ടിമറിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കാരണമെന്ന് പറയുന്നത് അവിടെ ഒരു ത്രികോണ പോരാട്ടമാണ്. അതായത് BJP, LDF, UDF തമ്മിൽ നടക്കുന്ന ത്രികോണ പോരാട്ടം. അതിൽ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ചാത്തന്നൂർ. BJPക്ക് 45,000 അടുപ്പിച്ച് വോട്ടുകൾ നേടാൻ സാധിച്ച ഒരു സ്ഥലമാണ് ഈ പറയുന്ന ചാത്തന്നൂർ. 40,000-ൽ കൂടുതൽ വോട്ടുകൾ BJPക്ക് ചാത്തന്നൂരുണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷമാണ് അവിടെ, നിലവിൽ ഇടതുപക്ഷ MLA ആണുള്ളത്. അവിടെ UDF, കോൺഗ്രസ് 3ാം സ്ഥാനത്താണ് അവിടെ നിലവിലുള്ളതെന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന 2016, 2021 തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും വളരെയധികം വ്യക്തമാണ് BJPയുടെ വളർച്ച എത്രത്തോളമാണ് എന്നുള്ളത്. അതായത് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണ് ചാത്തന്നൂർ. കാരണം BJPക്ക് ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ച ഒരു സ്ഥലം, ഒരു A ക്ലാസ് മണ്ഡലമായി മാറിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചാത്തന്നൂർ എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയ മുന്നേറ്റം, അതായത് അവിടുത്തെ ഈ ഒരു 2016, 2021 വോട്ട് കണക്ക് നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. അവിടെ വിജയിച്ചിരിക്കുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം 2016ഉം 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2016-ൽ ലഭിച്ച ഭൂരിപക്ഷത്തിൽ നിന്നും 2021 ആയപ്പോഴത്തേക്കും കുത്തനെ ഇടിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ഏകദേശം 10,000-ഓളം വോട്ടുകളായിരുന്നു LDFന് അവിടെ കുറഞ്ഞത് 2021 ആയപ്പോഴത്തേക്കും. അവിടെ 2016-ൽ നേടിയ വോട്ടുകളെക്കാട്ടിലും 10,000 അടുപ്പിച്ച് വോട്ടുകൾ BJPക്ക് 2021 അവിടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. അതും ഏറ്റവും വലിയ തോതിൽ ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് 30,000-ലധികം വോട്ടുകൾ നേടാനായിരുന്നു സാധിച്ചത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് അവിടെ UDF മുന്നേറ്റം ഉണ്ടാകുമോ, LDF മുന്നേറ്റം ഉണ്ടാകുമോ, BJP ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ പുറത്തു വന്നത് പ്രകാരം നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ തോതിലുള്ള അട്ടിമറി സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ കാണുന്നു എന്നുള്ളതാണ്. അതായത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും, അവിടെ അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. LDFന് വോട്ടുകൾ കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് LDF വോട്ടുകൾ പരമാവധി കുറയാനുള്ള സാധ്യത കാണുന്നു. BJP വോട്ടുകൾ കഴിഞ്ഞ തവണ കൂടിയതിനേക്കാട്ടിലും കൂടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു ചാത്തന്നൂർ എന്നുള്ളത്. അവിടെ UDF വോട്ടുകളും കൂടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം 3ാം സ്ഥാനമായിരിക്കാനാണ് സാധ്യത എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ വോട്ടുകൾ കൂടും. ഇതിൽ വോട്ടുകൾ കുറയുന്നത് ഇടതുപക്ഷത്തിനാണ്. അതായത് ഇടതുപക്ഷ വോട്ടുകൾ വളരെ വലിയ തോതിൽ കുറയാനുള്ള സാധ്യതയാണ് ചാത്തന്നൂർ കാണുന്നത്. BJP വോട്ടിൽ കുത്തനെ കൂടും. അതോടൊപ്പം തന്നെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് പറയുന്നത്. ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുകയും ഒരു കടുത്ത ത്രികോണ പോരാട്ടമായിട്ട്, അതിൽ BJP, LDF തമ്മിൽ ഭൂരിപക്ഷ കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസിലായിരിക്കും അവിടുത്തെ വിജയമാർക്കായാലും അവർ വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുക എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതിൽ വളരെ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കമാണ് നിലവിൽ ഇപ്പോൾ അവിടെ LDFന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതായത് BJP, LDF തമ്മിൽ വളരെ ചുരുങ്ങിയ ഡിഫറൻസ് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയും അവിടെ ഒരു എന്തും സംഭവിക്കാമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം. അതായത് അവിടെ ഏകദേശം ഒരു ഭൂരിപക്ഷം നേടിയെടുത്തിരുന്ന LDFന് 2021-ൽ ഭൂരിപക്ഷം കുറഞ്ഞു. അത് 2026-ൽ നല്ല രീതിയിൽ കുറയുമെന്നും വളരെ ടൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും BJPയും LDFും തമ്മിൽ നേരിയ തോതിലുള്ള വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയും ചാത്തന്നൂർ അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ BJP വോട്ടുകൾ കൂടും, UDF വോട്ടുകൾ കൂടും, LDF വോട്ടുകൾ കുത്തനെ കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സോ
ചാത്തന്നൂർ പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് സർവേ റിസൾട്ട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, LDFന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സ്ഥലമായിട്ട് ചാത്തന്നൂർ മാറുമോ, അതല്ല അവിടെ നിലനിർത്താനായിട്ട് നേരിയ തോതിലെങ്കിലും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കണക്ക് അവിടെ LDFന് സാധിക്കുമോ, അതല്ല BJPയുടെ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം തന്നെയായിരിക്കുമോ ചാത്തന്നൂർ സംഭവിക്കാൻ പോകുന്നത്, UDF വോട്ടുകളും കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ എല്ലാ മണ്ഡലങ്ങളും നോക്കുമ്പോഴത്തേക്കും LDFന് ഒരു കോട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് ചാത്തന്നൂർ പോലുള്ള ഒരു സ്ഥലവും അത് BJPക്ക് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ, അല്ലെങ്കിൽ BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് LDFന് വലിയ തോതിൽ തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും കാത്തിരിക്കാം. ഈ പറയുന്ന തോതിൽ യഥാർത്ഥ ജനവിധി സർവേ റിസൾട്ടുകൾ പോലെ തന്നെ ജനവിധി വരുമോ, അതല്ല സർവേ റിസൾട്ടുകളെ അട്ടിമറിക്കുന്ന തരത്തിലോട്ടുള്ള ജനവിധി ആയിരിക്കുമോ ചാത്തന്നൂർ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ട് പോലെയാണെങ്കിൽ അവിടെ BJP ഒരു മുന്നേറ്റം ഉണ്ടാക്കും, UDF വോട്ടുകൾ കൂട്ടും, LDF വോട്ടുകൾ കുറയും, ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും. വളരെ ചുരുങ്ങിയ ഒരു വിജയസാധ്യത മാത്രമാണ് അവിടെ BJPയെക്കാട്ടിലും LDFനെ കാണുന്നതെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം എന്താണ് ചാത്തന്നൂർ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെന്നറിയാനായി.